പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലവും ക്രൂശിക്കപ്പെട്ടവനായ കർത്താവിനെ നിങ്ങളുടെ മുൻപിൽ ഉയർത്തുവാൻ കർത്താവിൻ്റെ ജീവിതത്തിൽ നൽകി തന്ന വലിയ ഭാഗ്യത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. നിങ്ങളെ വിളിക്കുകയും ഫോണിൽ കൂടെ വിളിച്ചു പറയുന്ന, എന്നെ സന്തോഷിപ്പിക്കുന്ന, എനിക്ക് പ്രോത്സാഹനം തരുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും അകമഴിഞ്ഞ നന്ദിയുണ്ട്. പല മെസ്സേജും കേൾക്കുമ്പോൾ പലരും പറയും, ഇന്ന് ഇതെന്നോട് സംസാരിച്ചു എന്ന്. ഒത്തിരി സന്തോഷം തോന്നുന്നുണ്ട്. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെയൊക്കെ ഉൾപ്പെടുത്താറുണ്ട്. നിങ്ങളുടെ സന്തോഷവും സങ്കടമൊക്കെ ഫോണിൽക്കൂടെയൊക്കെ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോഴും വ്യക്തിപരമായി സംസാരിക്കുമ്പോഴും ഒക്കെ എനിക്ക് കിട്ടുന്ന സമയങ്ങളൊക്കെ നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ ഇടയാകുന്നുണ്ട്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന ചില പ്രാർത്ഥനാ വാചകങ്ങളുണ്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ നടക്കുന്നതും നമ്മൾ കേൾക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്. ചിലപ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ശത്രുവിൻ്റെ കെണിയിൽ നിന്നും അകപ്പെടരുത് എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. നമ്മൾ പ്രാർത്ഥിച്ച പോലെയുള്ള ചില പ്രാർത്ഥനകൾ ദാവീദും പ്രാർത്ഥിച്ചു. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, നീ എനിക്ക് ചുറ്റും പരിചയമായിരിക്കണം, എൻ്റെ മഹത്വമായിരിക്കണം, എൻ്റെ തല ഉയർത്തണം. കർത്താവിന് ഒത്തിരി ശത്രുക്കളുണ്ടായിരുന്നു, അതുപോലെ ദാവീദിനും ശത്രുക്കളുണ്ടായിരുന്നു. നമുക്കറിയാം, ദാവീദ് ആട്ടിടയനായിരുന്നു. എന്നാൽ ശൗമേൽ രാജാവ് ദൈവത്തെ ദുഃഖിപ്പിച്ചപ്പോൾ പകരക്കാരനായി തിരഞ്ഞെടുത്തതാ ദൈവം. പ്രവാചകനായി ശൗമേലിനെ അയച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. അന്നു മുതൽ ശൗലും കൂട്ടരും ദാവീദിൻ്റെ ശത്രുക്കളായി മാറി. അപ്പോൾ ദൈവപ്രകാരം ദൈവം ദാവീദിനെ അഭിഷേകം ചെയ്തു. അപ്പോൾ ശത്രുക്കളുണ്ടായി. നമ്മൾ ഓർക്കും, ദൈവത്തോടു കൂടെ നടക്കുന്നത് കൊണ്ടും അഭിഷേകം പ്രാപിക്കുന്നത് കൊണ്ടും പ്രാർത്ഥിക്കുന്നത് കൊണ്ടും ആരാധിക്കുന്നത് കൊണ്ടും നല്ല പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ടും ഒന്നും നമുക്ക് ജീവിതത്തിൽ ശത്രുത ഉണ്ടാകത്തില്ല എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. ജീവിതത്തിൽ അഭിഷേകത്തിൻ്റെ ശക്തിയും ആത്മസാന്നിധ്യവും കൂടുന്നത് കൊണ്ട് ശത്രുക്കൾ പെരുകും. 5-ാം സങ്കീർത്തനം 8-ാം വാക്യത്തിൽ പറഞ്ഞു, യഹോവ എനിക്ക് ശത്രുക്കളുണ്ട്, എന്നാൽ ഒരു കാര്യം, എനിക്ക് നീതി പറയാനൊന്നുമില്ല. നിന്റെ നീതിയാൽ എന്നെ നടത്തണമേ, എൻ്റെ മുമ്പിൽ നിന്റെ വഴിയെ നിരപ്പാക്കണമേ. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുവാൻ ഒരു കാരണമുണ്ട്. ദാവീദിനെ കൊല്ലാനും വേട്ടയാടാനും തൻ്റെ ജീവന് ഭീഷണിയുമായി കൂടെ നടക്കുന്നവരെ കണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുക, എൻ്റെ വഴിയിൽ എനിക്ക് തന്നെ നടക്കാൻ ബുദ്ധിമുട്ടാ, ദുർഘടങ്ങളുണ്ട്, എനിക്ക് മുൻപോട്ടുള്ള വഴിയിൽ ഒറ്റയ്ക്ക് നടക്കാൻ പറ്റത്തില്ല, നിന്റെ വഴി എൻ്റെ മുമ്പിൽ തെളിയിക്കണമേ. ദാവീദ് ഓരോ ദിവസം തോറും രാവിലെ എഴുന്നേൽക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാ. ദാവീദിന് ശത്രുക്കൾ ഉണ്ടായത് ദൈവഹിതത്തിൽ നടന്നിട്ടാ. നമ്മൾ പലപ്പോഴും ശത്രുക്കളായി കാണുന്നത് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് എന്ത് പറയുന്നത് കൊണ്ടും എന്തും മോശമായി സംസാരിക്കുന്നതുകൊണ്ടും അവരുടെ ഉയർച്ചയിൽ അസൂയ കാണിക്കുന്നത് കൊണ്ടും ഒക്കെ നമുക്ക് പലപ്പോഴും നമുക്ക് തന്നെ ശത്രുക്കളായി ചിലർ മാറാറുണ്ട്. എന്നാൽ മിത്രങ്ങൾ ശത്രുക്കളാകാറുണ്ട്. അത് പലപ്പോഴും നമ്മൾ ചിന്തിക്കാത്ത മിത്രങ്ങളായിരിക്കും. നമ്മൾ ശത്രുക്കളെന്ന് മനസ്സിൽ ചിന്തിക്കുന്നവരൊന്നുമല്ല ശത്രുക്കൾ. അവരൊന്നും കർത്താവിൻ്റെ ശത്രുക്കൾ. നമുക്ക് ശത്രുതയുള്ളെന്ന് നാം വ്യക്തിപരമായി കൊണ്ട് നടക്കുന്നവരാരും കർത്താവിൻ്റെ ശത്രുക്കളാക്കണമെന്നില്ല. ചിലർ നമ്മളെ എങ്ങനെയൊക്കെ നല്ല രീതിയിൽ ജീവിച്ചാലും നമ്മെക്കുറിച്ച് മോശം ചിന്തിക്കുകയും പറയുകയും ചെയ്യും. അവരുടെ ജോലി അവർ ചെയ്തുകൊണ്ടേയിരിക്കും. ദാവീദ് പറയുന്നു, ഇടപെടാതെ എന്നോട് പൊരുതുന്നു, ഞെരുക്കുന്നു, വിഴുങ്ങുന്നു. അതുകൊണ്ട് നമ്മൾ ശത്രു എന്ന് ചിന്തിക്കുന്നവർക്കാർക്കും നമ്മളെ ഒരു രീതിയിലും നമ്മളെ തകർക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്, യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകത്തില്ല. വെറുതെ ദ്രോഹിക്കുന്നവർ ലജ്ജിച്ചു പോകും. ഇനി വെറുതെ ആരെങ്കിലും നമ്മെ ദ്രോഹിച്ചാൽ അവർ തന്നെ ലജ്ജിച്ചു പോകും. 56-ാം സങ്കീർത്തനം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ ആശ്രയം ദൈവമാ, എനിക്ക് ഭയമില്ല. ഒരു മനുഷ്യനും എന്നോടൊന്നും ചെയ്യുവാൻ കഴിയില്ല. വീഴ്ച കാണാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്, തകരുന്നത് കാണുവാൻ കാത്തിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. നമ്മൾ തകരത്തില്ല, നമ്മൾ രക്ഷപ്പെടും, നമ്മൾ ജയിക്കും. നമ്മുടെ കർത്താവ് ജയിച്ചവനാ. ആ കർത്താവ് നമുക്ക് വേണ്ടി എഴുന്നേൽക്കും. ആ കർത്താവ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യനും നമ്മളോടൊന്നും ചെയ്യുവാൻ കഴിയത്തില്ല. ആ ശക്തനായ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ.